ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അളകാപുരി തറവാട്ടിലോട്ട് പുതിയ മരുമകൾ കയറി വന്നു. പക്ഷേ അപർണ ഒരിക്കലും അമലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല, അമലിനെ ഭർത്താവായിട്ട് സ്വീകരിച്ചുകൊണ്ടല്ല അവിടെ വന്നത്. അജയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച അപർണയ്ക്ക് വലിയൊരു വമ്പൻ തിരിച്ചടി തന്നെയാണ് നിരഞ്ജന കൊടുത്തത്. അങ്ങനെ അവസാനം അമലിനെ വിവാഹം കഴിച്ച് ആ വീട്ടിലോട്ട് കയറി വരേണ്ട സ്ഥിതി അപർണയ്ക്ക് ഉണ്ടായി. എന്നാൽ ആ വീട്ടിലോട്ട് വന്നത് അളകാപുരി തറവാടിനെ തകർക്കണം, അവിടെ അഭിയെയും ജാനകിയെയും രണ്ടായിട്ട് പിരിക്കണം, ആ വീട്ടിൽ നിന്നും അവരെ ഇറക്കി വിടണം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളും കൊണ്ടാണ് അപർണ ആ വീട്ടിലോട്ട് കാലെടുത്ത് വെച്ചത്. കാലെടുത്ത് വെച്ച സമയത്ത് തന്നെ ജാനകിക്ക് കുറിക്കൊള്ളുന്ന മറുപടിയും അപർണ കൊടുത്തു. അങ്ങനെ ഓരോ സംഭവങ്ങൾ അവിടെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ അപർണ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനം ജാനകിയുടെ പടിയിറക്കമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അജയ്ക്ക് മുമ്പ് അജയ്ക്ക് വിവാഹത്തിന് മുന്നേ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്നുള്ള ഒരു കാര്യം അവിടെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. ജാനകിയും പെട്ടെന്നൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അപർണയുടെയും അജയുടെയും വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ആ ഒരു സത്യം ജാനകി പോലും അറിയുന്നത്. എന്നാൽ തൻ്റെ കുടുംബത്തെ ആ ഒരു ബദ്ധശത്രുവായിട്ടുള്ള തമ്പിയും സൂര്യനാരായണനും കൂടി ഇപ്പോഴാണ് ഒന്നിച്ചത്. ആ സമയത്ത് അജയ്ക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ശത്രുത കൂടത്തേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജാനകി ഈ ഒരു കാര്യത്തിന് അജയ്ക്ക് കൂട്ടുനിന്നത്. പക്ഷേ അവിടെ അപർണയുടെയും അജയുടെയും വിവാഹം തന്നെ നടത്തുമെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നുവെങ്കിലും അജയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അജയ് ശ്രമിച്ചു. എന്നാൽ നിരഞ്ജന അവസാനം ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്നും അജയ് പ്രതീക്ഷിച്ചില്ല. എന്നിട്ടും നിരഞ്ജനയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അജയ് നേരെ വിവാഹ മണ്ഡപത്തിലോട്ടാണ് ഓടി വന്നത്. എന്നാൽ അവിടെ ആ എത്തുന്ന സമയത്ത് അമല് അപർണയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് അജയ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതോടുകൂടിയാണ് അവരുടെ ജീവിതം, അവരുടെ ആ ഒരു കുടുംബം തന്നെ തകർന്നത്. അവസാനം ഈ ഒരു സത്യങ്ങൾ മുത്തശ്ശി കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ എല്ലാവരുടെയും മുന്നിൽ ഈ ഒരു കാര്യങ്ങൾ വെച്ച് ജാനകിയും അബിയും കൂടി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിചാരണകൾ പൂർത്തിയാക്കി അതിന്റെ ഇടയിൽ കുറച്ച് എരിവും പുളിയും കൂടി ചേർത്ത് കുറച്ചുകൂടി എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് അപർണയും സംസാരിക്കുന്നുണ്ട്. അവസാനം ജാനകിയുടെയും അബിയുടെയും പടിയിറക്കമാണ്. അവിടെ മുത്തശ്ശി പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി പറഞ്ഞത്, ഈ കുടുംബത്തെ ഇത്രത്തോളം നാണം കെട്ടി ഇത്രത്തോളം തകർത്ത ജാനകിയും അബിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അത് നീ തന്നെ പറയണം എന്ന് സൂര്യനാരായണനോട് മുത്തശ്ശി പറയുകയും, ഇത് കേട്ടിട്ട് ജാനകിയോട് സൂര്യനാരായണൻ ചോദിച്ചത്, അജയ്ക്ക് വിവാഹത്തിന് മുന്നേ അജയ്ക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് അജയ് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നതിന് മുന്നേ തന്നെ അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ജാനകിയോട് ചോദിക്കുകയും, എന്നാൽ ജാനകിക്ക് അവിടെ തിരിച്ചൊരു മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം വിവാഹത്തിന് മുന്നേ അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മറുത്ത് പറയാൻ പറ്റാതെ ജാനകി ഒന്നും മിണ്ടാതെയാണ് നിൽക്കുന്നത്. അവസാനം എല്ലാവരും വിചാരണ ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് അബി ജാനകിയോട് പറയുവാണ്, വാ നമുക്ക് ഇറങ്ങാം, നമുക്ക് ഈ അളകാപുരി തറവാട് വിട്ട് തന്നെ നമുക്ക് പടിയിറങ്ങാം എന്ന് അബി പറയുകയും, അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. അവസാന നിമിഷം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ജാനകിയും അബിയെ അവിടെ പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും കാരണങ്ങൾ അവിടെ ഉണ്ടാകുമോ? അതോ അവർ പടിയിറങ്ങി പോകുമോ? അതോ അവരെ തിരിച്ച് അവിടെ തന്നെ അവിടെ നിൽക്കാനായിട്ട് സൂര്യനാരായണൻ പറയുമോ? അപർണയുടെ ചതി ജാനകിക്ക് മനസ്സിലാകുമോ? ഇനി അപർണയ്ക്ക് ജാനകി ഇനി അവിടെ നിൽക്കണം. ജാനകി അവിടെ നിന്നാൽ മാത്രമേ അപർണയ്ക്ക് വലിയ വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ. അപർണയുടെ ചതിയിൽ നിന്നും അപർണയുടെ ക്രൂരതകളിൽ നിന്നും അളകാപുരിയെ രക്ഷിക്കാനായിട്ടും ജാനകിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന് ജാനകി അവിടെ നിൽക്കണം. അപ്പൊ ഈ ഒരു തീരുമാനം എന്തായി തീരും? ഇനി ജാനകിയും അബിയും പടി ഇറങ്ങുമോ? അതോ ഇനി അവസാന നിമിഷം എന്തെങ്കിലും മാറി മറിയുമോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.